ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് കുറ്റകൃത്യം ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിഞ്ഞെന്ന് ഹൈക്കോടതി. 2017 കൊടിമരം മാറ്റിസ്ഥാപിച്ചതിലെ ഫയലുകളും രേഖകളും പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. 7 പാളികളുടെയും സാമ്പിൾ ശേഖരിക്കാൻ SITക്ക് അനുവാദം നൽകി. നാളെ SIT സംഘം സന്നിധാനത്തെത്തും. ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ ആശങ്കകൾ അടിസ്ഥാനമുള്ളതാണെന്നാണ് ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിഞ്ഞെന്നാണ് ഇടക്കാല ഉത്തരവിൽ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കുന്നത്. കോടതി ഉയർത്തിയ ആശങ്കകൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കും. കുറ്റകൃത്യത്തിന്റെ പ്രയോഗരീതി ശാസ്ത്രീയമായി വെളിപ്പെട്ടു. സംഭവത്തിൽ വ്യക്തിഗത ഉത്തരവാദിത്തവും ക്രിമിനൽ ബാധ്യതയുമുണ്ട്. സ്വർണ്ണക്കവർച്ചയുടെ സാങ്കേതിക വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാവില്ലെന്നും കോടതി പറഞ്ഞു. കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഉരുക്കിയ സ്വർണം ഉൾപ്പെടെയുള്ള തെളിവുകളും കണ്ടെത്താനുണ്ട്. VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തണം. കണ്ടെത്തിയ തെളിവുകളുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ ഇത് മനസ്സിലാക്കിയെടുക്കണം. അന്വേഷണം സ്വർണ്ണ കവർച്ചയിൽ മാത്രമായി ഒതുക്കാനാവില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 1998ലെയും 2019ലെയും ഇടപാടുകൾ അന്വേഷിക്കണമെന്നും ഉത്തരവിലുണ്ട്. ഭരണസമിതിയുടെ തീരുമാനങ്ങളിലും ഇടപാടുകളിലും സമഗ്രാന്വേഷണം നടത്തണം. ശബരിമല സ്വർണ്ണ കവർച്ച ഒറ്റപ്പെട്ട കേസല്ല. 2024-25 കാലത്തെ ഇടപാടുകളിലും അന്വേഷണം അനിവാര്യമാണെന്ന് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. 2017 കൊടിമരം മാറ്റിയതിലെ ഫയലുകളും രേഖകളും പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 7 പാളികളുടെയും സാമ്പിൾ ശേഖരിക്കാൻ SITക്ക് കോടതി അനുമതി നൽകി. SITയെ സാങ്കേതികമായി സഹായിക്കാൻ കൊച്ചിയിൽ നിന്ന് വിദഗ്ധ സംഘം നാളെ സന്നിധാനത്തെത്തും. 1998ലെയും 2019ലെയും ഇടപാടുകളും അന്വേഷിക്കണമെന്നും കോടതി ഉത്തരവിലുണ്ട്. ഭരണസമിതിയുടെ തീരുമാനങ്ങളിലും ഇടപാടുകളിലും സമഗ്രാന്വേഷണം നടത്തണം. ശബരിമല സ്വർണ്ണ കവർച്ച ഒറ്റപ്പെട്ട കേസല്ല. 2024-25 കാലത്തെ ഇടപാടുകളിലും അന്വേഷണം അനിവാര്യമെന്ന് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.